എന്റെ ചേച്ചി ഇവിടെ ചാടി പിടിച്ചോണ്ട് പോണത്. കാര്യം പറയട്ടെ, തോന്നിയാസങ്ങൾ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് എന്റെ ചേച്ചി അതിനു വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ. ഇത്രയൊക്കെ മതി സംഭവിച്ചത്. ചേച്ചി പറയുന്നേ ചേച്ചി മര്യാദ. നീ ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ കണ്ടതാണല്ലോ. ഇത് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അല്ല അത് കുറച്ച് നാളായി. അല്ല അതിന് വേണ്ടിയുള്ള വിഷയമില്ല. ചേച്ചി എന്തിനിങ്ങനെ ചാടി കടിക്കാൻ? ചാടി കടിക്കും, അവരറിയട്ടെ. ഇനി എല്ലാ കാര്യം എല്ലാരും അറിയട്ടെ. എന്റെ ചേച്ചി നെല്ല് സമാധാനത്തിൽ പറയുന്ന കേളാതി. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇത് ചേച്ചി ഇവിടെ തള്ളി പിടിച്ചോണ്ട് പോകുമ്പോഴേ അവര് വേറെ എന്തെങ്കിലും വിചാരിക്കൂല. ഇത് അല്ല, ഇത് വേറെ ഒന്നും ഇല്ലേ? ഒന്ന് വിചാരിക്കാൻ ഒന്നും ഇല്ലേ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്നില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്ക്. നീ പോ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അല്ല നടക്കത്തില്ല. അപ്പൊ ചേച്ചി എന്തായാലും അവിടെ പോയി പറയാൻ പറയും. എന്നെ സുലു ചേച്ചി സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി ചെന്ന് പറയുവാണെങ്കിൽ പിന്നെ ഈ വീട്ടില് ഈ ലല്ലു കാല് കുത്തൂല. അയ്യോ എന്റെ പൊന്നുമോ, ഇനി ഇങ്ങോട്ട് വരണ്ട. അത് തന്നെയാണ് എനിക്ക് ആവശ്യം. ചേച്ചി ഒന്ന് പറയണം, മനസ്സിലാക്കിയ ചേച്ചി. ഇത് വലിയ വിഷയമാവും ചേച്ചി. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും മനസ്സിലാവില്ല. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയേ. ഇല്ല തങ്കം, തങ്കം. അല്ല അമ്മ. ഓ വായോ. ഞാൻ അങ്ങോട്ട് ദേ വരാൻ വേണ്ടി തുടങ്ങുവായിരുന്നു. ഈ പെണ്ണ് വീടണ്ടേ? അവക്ക് അപ്പ ചോറ് വാരി തരണതേ. ചോറ് വാരി കൊടുത്തിട്ട് തന്നെ വരവാ. എന്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യനുമായിട്ട് പ്രേമം. ഓ, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നോ? ഇല്ല, വീട്ടുകാരറിയാതെ ഇവര് കറങ്ങാൻ പോയി. ഈ പെൺപിള്ളേരൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ. ചെറുക്കൻ എങ്ങനെയുണ്ട്? ചെറുക്കൻ ഈ പറയും പോലെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ പെൺപിള്ളേരാരും ഒന്നും നമുക്ക് അറിഞ്ഞൂടാ തങ്കം. നമ്മൾ വിചാരിക്കും എല്ലാം പാവമാണെന്ന്. പക്ഷെ അതിന്റെയൊക്കെ കയ്യിരിപ്പ് ഇങ്ങനെയാണേ. നേരെ ഈ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? സുനാന്റെ എന്താ താങ്ക്സ് അടുത്ത് പറയാത്ത? സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം? കാര്യം അവൻ എന്റെ അനിയനൊക്കെ തന്നെയാണ്, അവൻ നല്ലതും ഒക്കെയാണ്. പക്ഷെ നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണുണ്ടോ? എന്തായാലും മോളൊരു ഡോക്ടറാവും പഠിച്ച്. അപ്പൊ പിന്നെ അവർക്ക് ആഗ്രഹം കാണൂല ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നൊക്കെ. അപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന് അവർ സമ്മതിക്കുമെന്നാണ് നിന്റെ. ഇപ്പൊ തന്നെ നീ നല്ല ഇരുന്നൊന്ന് ആലോചിച്ച് എന്തെന്ന് വെച്ചാൽ തീരുമാനം എടുക്കുക. ഞാനായിട്ട് അവരോടൊന്നും പറയാൻ പോണില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അവസാനം ദുഃഖിക്കരുത്. ഇല്ല